ലോജിക്ക് തീരില്ല. ഒരമ്പ് വെച്ച് ഒരാളെ കൊല്ലാം, 5-6 പേര് ഒന്നിച്ച് കൊല്ലുന്ന ആളായിട്ട്. സ്റ്റാർട്ട് റോളിംഗ്. ഹലോ മച്ചന്മാരെ, വെൽക്കം ടു ലാസ്റ്റ് ബെഞ്ച് മച്ചാൻസ്. അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സലാർ മൂവി കാണാൻ പോയായിരുന്നു. സോ അതിന്റെ ഒരു ചെറിയ റിവ്യൂ ഇടാന്ന് വെച്ചാൽ. അപ്പൊ നമ്മളെന്തായാലും സലാർ സിനിമയ്ക്ക് പോയി. നമ്മള് വേറെ ഒരു ഇതിലും നമ്മള് എന്താ പറയാ റിവ്യൂ ഒന്നും കണ്ടില്ല, ഒപ്പീനിയൻ ചേഞ്ച് ആകാൻ പോയത്. അതുകൊണ്ട് നേരെ സിനിമയ്ക്ക് പോവാ ചെയ്തത്. പോയി കൊറേ എക്സ്പെക്ടേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. കാരണം നമ്മള് വേറെ എന്താ പറയാ ഈ പ്രൊമോഷന്റെ ഇന്റർവ്യൂസ് അതും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രശാന്ത് ഡയറക്ടർ, അതെ, അവരുടെയും കുറെ ഇന്റർവ്യൂ ഒക്കെ കണ്ട് ആ ഒരു പ്രതീക്ഷ വെച്ചിട്ട് പോയ സിനിമയാണ്. പക്ഷെ നമ്മുടെ എക്സ്പെക്ടേഷൻ മീറ്റ് ആക്കിയിട്ടില്ല. ഫസ്റ്റ് പോയിന്റ് ഒട്ടും മീറ്റ് ആക്കിയിട്ടില്ല. പിന്നെ സിനിമയിലേക്ക് വരുവാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് പറയുവാണെങ്കിൽ മൊത്തം ബിൽഡപ്പ് ആണ്, ഭയങ്കര ബിൽഡപ്പ് ആയിരുന്നു. കാരണം പ്രഭാസിന്റെ ഒരു ക്യാരക്ടർ ബിൽഡാക്കാൻ അവര് കൊറേ ശ്രമിച്ചു. പക്ഷെ ഫസ്റ്റ് ഹാഫ് അതിന്റെ ഒന്നും ബിൽഡപ്പിന്റെ ഒരു ഇത് നമ്മളായിട്ട് കണക്ട് ആയിട്ടില്ല. ആക്ച്വലി ഫസ്റ്റ് ഹാഫ് ഒട്ടും കണക്ട് ആയിട്ടില്ല. അപ്പൊ നമ്മളോർത്ത് സെക്കൻഡ് ഹാഫില് പിന്നെ ഫസ്റ്റ് ഹാഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊറേ സീനുകൾ എന്താ പറയാ അവിടെ ഇവിടെ എല്ലാം വലിച്ച അടിയും പിടിയും പെട്ടും കുത്താണ്. അയ്യോ, കാരണം ഒന്നും എല്ലാം പകുതി ആ ഒരു ഫീൽ ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് എന്തെല്ലാം കാണിച്ചു വിട്ടുന്ന എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ സെക്കൻഡ് ഹാഫില് കുറച്ച് ഓപ്സ് ഉണ്ടായിരുന്നു പൃഥ്വിരാജ് വരുന്ന. പക്ഷെ ആക്ച്വലി സെക്കൻഡ് ഹാഫ് വന്നപ്പോ അവിടെ നമ്മുടെ എക്സ്പെക്ടേഷൻ മീറ്റ് ആയിട്ടില്ല സത്യം. പിന്നെ ആക്ച്വലി ഉഗ്രം സിനിമയുടെ ഒരു അപ്ഗ്രേഡഡ് വെർഷൻ എന്ന് പറയാം. അപ്ഗ്രേഡഡ് ആണെന്ന് പറയാൻ പറ്റും. അതാണ്. പിന്നെ പൃഥ്വിരാജിന്റെ റോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും കാര്യമായിട്ടൊന്നുമില്ല. കൈയും കെട്ടി നിക്കുക, അവൻ എന്തൊക്കെ ചെയ്യുന്നു കോപ്രായം കാണിക്കും, ഇതെല്ലാം നോക്കി നിക്കുക. പിന്നെ പ്രഭാസിന്റെ ഒരു ആക്ടിംഗ് എന്ന് വെച്ചാ ആക്ടിങ് ചെയ്തിട്ടില്ല ശരിക്കും പ്രഭാസ്. ആക്ച്വലി ബാഹുബലി കമ്പയർ ആക്കുമ്പോ ഇത് പ്രഭാസ് ഒന്നും ചെയ്തിട്ടില്ല ശരിക്കും. അതൊരു ഇടിയും കുത്തും അത് മാത്രം. പിന്നെ വേറെ പറയുകയാണെങ്കിൽ വേറെ ആക്ടേഴ്സിന്റെ എല്ലാം പറയുകയാണെങ്കിൽ, കാരണം എന്താ വെച്ചാൽ സീന് ബിൽഡ് ആക്കുന്നുണ്ട്, പക്ഷെ ഒന്നും അവിടെ എത്തിപ്പെടുന്നില്ല. അതാണ് അതിന്റെ ലോജിക്കും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ 2-3 ക്രിഞ്ച് സീനൊക്കെ ഉണ്ട്. ചങ്ങലൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് പുഷ്പം പോലെ പവർഫുൾ ആയിട്ടുള്ള ഒരാള്. പിന്നെ ഇതിന് ഓവറോൾ പറയുകയാണെങ്കിൽ നിങ്ങള് പിന്നെ ഈ കാൻസാർ എന്ന് പറഞ്ഞ ഒരു സിറ്റി, അത് നമ്മൾ മൊത്തമായിട്ട് എന്താണെന്ന് കാണുന്നത്. അതൊരു മിന്നായം പോലെ, ജസ്റ്റ് കാൻസാർ എന്ന് കാണിക്കുന്ന ഒരു മിന്നായം പോലെ ഇങ്ങനെ പൊടിയും തട്ടി പോകുന്ന അത്രേ ഉള്ളു, വേറെ ഒന്നുമില്ല. ഇപ്പൊ നമ്മള് ബാഹുബലി നോക്കുകയാണെങ്കിൽ KGF ആ ഒരു സീൻ, ആ ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഫുള്ള് നമ്മള് ബേസിക്കലി അത് അവിടുത്തെ ഒരു ഫീല് വരെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഇവിടെ കിട്ടിയിട്ടില്ല. ഇതിൽ നിന്ന് നമുക്ക് ആക്ച്വലി ഇതിന്റെ സിനിമയുടെ മെയിൻ ഡ്രോബാക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളായിട്ട് കണക്ട് ആയിട്ടില്ല. ഫസ്റ്റ് ടു ലാസ്റ്റ് മൂവി കണക്ട് ആയിട്ടില്ല. അതാണ്. പിന്നെ പൃഥ്വിരാജിന്റെ റോൾ എന്ന് വെച്ചാൽ കുറെ റോൾ ഉണ്ടെന്ന് എക്സ്പെക്ട് ചെയ്തു. പക്ഷെ പൃഥ്വിരാജിനും ചെയ്യാനുള്ള റോളൊന്നും ഇല്ലായിരുന്നു അതിന്റെ അടുത്ത്. പിന്നെ എന്താ പറയാ, ഗെയിം ഓഫ് ത്രോൺസ് ഒരു സിനിമ ആ ഒരു കോൺസെപ്റ്റ് ഉണ്ട് ലാസ്റ്റ്. പിന്നെ മറ്റേ എന്താ പറയാ ഉഗ്രം സിനിമ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക, ഫസ്റ്റ് ഒന്ന് കാണുക. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു അപ്ഗ്രേഡഡ് വെർഷൻ എന്ന് പറയാം ഉഗ്രത്തിന്റെ. ഇപ്പൊ ഓവറോൾ നമുക്ക് എന്തായാലും മൂവി അതെ വർത്തായിട്ടില്ല. ഇപ്പൊ നിങ്ങള് കാണുന്നവരെ പോയി കണ്ടോളൂ. കാരണം തിയേറ്ററിൽ വെച്ച് ടിവി വെച്ച് കണ്ട് ഇതിനേക്കാളും മോശമാണ്. തിയേറ്ററിൽ പോയി കാണാം, ടിവിയിൽ ഈ സിനിമ കാണാൻ നിൽക്കരുത്. അതൊരു റിക്വസ്റ്റ് ആണ്. തിയേറ്ററിൽ പോയി കണ്ടാലേ കുറെ വെടിയും പോകുകയും എല്ലാം 8 കിലോ വെടിയും പോകുകയൊക്കെ കേൾക്കാം. അപ്പൊ എന്തായാലും ഞങ്ങളുടെ മാത്രം ഒപ്പീനിയൻ ആണ്. നിങ്ങള് സിനിമ പോയി കാണാൻ. അതെ, ശരിക്കും നമുക്ക് സിനിമ വർക്കൗട്ട് ആയിട്ടില്ല, ഒരു കറക്റ്റ് ആയിട്ടില്ല മൂവി. സോ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താന്നുള്ളത് കമന്റ് ചെയ്യാം. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും സൈനിങ് ഓഫ് ലാസ്റ്റ് ബെഞ്ച് മച്ചാൻസ്.